ഈ വീട് ഒരു കാലത്ത് ചൈനീസ് സർക്കാരിനെ പോലും വിറപ്പിച്ചിട്ടുണ്ട്. ഇതൊരു സാധാരണ കുടുംബത്തിന്റെ വീടല്ല. ചൈനീസ് സർക്കാരിനെ കൊണ്ട് പിന്തിരിപ്പിക്കാൻ നിർബന്ധിതനാക്കിയ ഒരു മനുഷ്യന്റേതാണ്. ചൈനയിൽ പാലങ്ങളോ ഹൈവേകളോ വലിയ വികസന പദ്ധതികളോ ആസൂത്രണം ചെയ്യുമ്പോൾ സർക്കാർ അടുത്തുള്ള വീടുകളും കടകളും ഒഴിപ്പിക്കാറുണ്ട്. ഇതിനായി വലിയൊരു തുക നഷ്ടപരിഹാരമായും അവർ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ചിലർ അപ്പോഴും മാറാൻ വിസമ്മതിക്കുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്നത് പണത്തേക്കാൾ വിലപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള വീടുകളെ നെയിൽ ഹൗസുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ സർക്കാർ എന്താണ് ചെയ്യുന്നത്? അവർ മുഴുവൻ പദ്ധതിയും പുനർരൂപകൽപ്പന ചെയ്യുന്നു. ഈ വീടുകൾക്ക് ചുറ്റുമായി ഹൈവേകൾ വളഞ്ഞു പോകുന്നു. ഫ്ലൈ ഓവറുകൾ ഇതിനു മുകളിലൂടെ നിർമ്മിക്കുന്നു. പാലങ്ങൾ രണ്ടാക്കി വിഭജിക്കുന്നു. പക്ഷേ ആ വീട് അവിടെ തന്നെ മാറ്റമില്ലാതെ തുടരുന്നു. ഇതിപ്പോൾ നമ്മുടെ രാജ്യത്തിലാണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ ബുൾഡോസറുകൾ എത്തുമായിരുന്നു. അതോ ആ പ്രോജക്റ്റ് തന്നെ ചിലപ്പോൾ നിർത്തിവെക്കുമായിരുന്നു. എന്നാൽ ചൈനയിൽ ആ വീടും സർക്കാർ പദ്ധതിയും തലയുയർത്തി തന്നെ നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി റൂൾ യുവർ ഹൊറൈസൺ ഫോളോ ചെയ്യുക.